ജി സുധാകരൻ KPCC വേദിയിലേക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഗുരുദേവൻ ഗാന്ധി സമാഗമ ശതാബ്ദിയിൽ വി ഡി സതീശനൊപ്പം വേദി പങ്കിടും. CPI നേതാവ് C ദിവാകരനും പങ്കെടുക്കും. പ്രജിത്ത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, പക്ഷേ ജി സുധാകരൻ KPCC വേദിയിലേക്ക് വരുമ്പോൾ അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാകുമോ? പറയേണ്ടി വരും. സാധാരണഗതിയിൽ ഇതൊരു സാംസ്കാരിക പരിപാടി മാത്രമാണ്. ശ്രീനാരായണ ഗുരു, മഹാത്മാ ഗാന്ധിജി സമാഗമ ശതാബ്ദി ആഘോഷങ്ങൾ എന്ന രീതിയിൽ എല്ലാ വർഷവും നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് KPCC ആഘോഷം സംഘടിപ്പിക്കുന്നത്. പക്ഷേ ജി സുധാകരൻ ആ പരിപാടിയിലേക്ക് വരുമ്പോൾ അതിലൊരു രാഷ്ട്രീയ സ്വഭാവം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി CPM ഒരു വിമത പക്ഷത്ത് നിൽക്കുന്ന നേതാവാണ്. ഒപ്പം SFI അടക്കം അടുത്തിടെ അദ്ദേഹം വിമർശിച്ചുകൊണ്ടുള്ള കവിത എഴുതുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു CPM പൊതു ലൈനിൽ നിന്ന് മാറി ഒരു വിമതനായി നിൽക്കുന്ന നേതാവ് പലപ്പോഴും സുധാകരൻ പാർട്ടി മാറുമോ എന്നൊക്കെയുള്ള ചില ചർച്ചകൾ പോലും പലപ്പോഴും ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് KPCC നടത്തുന്ന ഈ പരിപാടിയിലേക്ക്, നാളെ വൈകുന്നേരം നടക്കുന്ന പരിപാടിയിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ഇത് വരുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനൊപ്പം വേദി പങ്കിടും എന്നുള്ളതാണ് അതിന്റെ ഒരു ശ്രദ്ധേയമായ കാര്യം. മറ്റു ചില കാര്യങ്ങൾ കൂടി, അതായത് C ദിവാകരൻ, CPIയുടെ ഒരു നേതാവായ C ദിവാകരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അങ്ങനെ രണ്ട് പക്ഷത്തെയും ഒരു വിമത സ്വഭാവമുള്ള നേതാക്കളെ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നാളെ നടക്കുന്ന പരിപാടിയുടെ ഒരു രാഷ്ട്രീയ കൗതുകം എന്നുള്ളത്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ജി സുധാകരന്റെ ഭാഗത്ത് നിന്നൊരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ പ്രതികരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുള്ള പ്രതികരണത്തിൽ അതിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരും, പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ജി സുധാകരൻ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. ഓക്കെ, ശരി, നോക്കാം പ്രജിത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ജി സുധാകരനാണ് KPCC വേദിയിലേക്ക് എത്തുന്നത്.